ഹായ്, അസ്സാം വലൈക്കും. നമ്മൾ മലപ്പുറം ടു സേലം ഏർക്കാട് ടൂർ പാക്കേജിൻ്റെ ഭാഗവുമായി ട്രെയിൻ യാത്രയാണല്ലോ നമുക്ക് ഓഫറുള്ളത്. അതിനുവേണ്ടി നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടു. ഉച്ചയോട് കൂടി നമ്മൾ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മളെ കുട്ടികളൊക്കെ എയർപോർട്ടിൻ്റെ മുന്നിലുള്ള ഭാഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ നമ്മൾ അല്പനേരം ഇരുന്ന് നമ്മുടെ വിമാനത്തിൻ്റെ കൗണ്ടർ, അതായത് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരികയാണ്. വിമാന കൗണ്ടറുകൾ മുന്നിൽ വരി വരിയായിട്ട് കാണുന്നുണ്ടാവും. ഓരോ വിമാനത്തിൻ്റെ കമ്പനിയുടെ പേരും അതിന് താഴെ അതിൻ്റെ ഉദ്യോഗസ്ഥന് ഇരിക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റുകൾ കാണിച്ചു കൊടുത്ത് ചെക്കിൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ചെക്കിനും എല്ലാം അവർ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ കൗണ്ടറുകൾ ഒന്ന് പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് നമുക്ക് തന്ന പേപ്പേഴ്സ് ക്ലിയർ ആണ്, നമ്മൾ സീറ്റ് നമ്പറുകളൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ലഗേജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൗണ്ടറിൽ ഏൽപ്പിക്കുകയും ചെയ്യാം. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് സെക്ഷൻ അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ ലഗേജ് ഏൽപ്പിക്കേണ്ടത്. ആ ലഗേജ് അവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ട്രോളിയിലൂടെ അങ്ങനെ പോയി നമ്മളെ വിമാനത്തിൽ കയറും. തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ ലഗേജ് നമ്മൾ എടുത്തിട്ട് ഇറങ്ങണം. മാക്സിമം ടൂർ പാക്കേജൊക്കെ പോകുന്നവരുടെ കയ്യിൽ ആരുടെ കയ്യിലും ലഗേജ് നമ്മളില്ല. എല്ലാവരുടെ കയ്യിലും ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹാൻഡ് ബാഗുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഈ ചെക്ക് ഇൻ കൗണ്ടറുകളെല്ലാം ഉള്ള ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്കുള്ള ലാഡർ കയറിയിട്ടാണ് നമ്മളെ വിമാനം പോകേണ്ട ഗേറ്റുകൾ നമുക്ക് കാണാൻ കഴിയുക. സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം അവിടെ തന്നെയാണ്. വളരെ നല്ല ഒരു ടൂർ പാക്കേജാണത്. 2990 രൂപക്ക് നമുക്ക് കിട്ടുന്ന പാക്കേജ്. നമ്മളെ കുട്ടികളൊക്കെ ആസ്വദിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോകുന്നു. അങ്ങനെ മുകളിലാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ, അതായത് മെറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ എല്ലാം അവിടെ അലാറം അടിക്കും. അപ്പോൾ അതെല്ലാം അയച്ചിട്ട് നമ്മൾ അവിടെ ട്രയൽ കൊടുക്കണം. അതൊന്നും ഇതിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ വിമാനം ഇതുവരെ പുറത്തുനിന്നാണ് കണ്ടിരുന്നത്. നമ്മളെ ചില കുട്ടികൾ ഇതിൽ പോകുന്ന ചില കുട്ടികളെ മുൻകൂട്ടി യാത്ര ചെയ്തവരും പല കുട്ടികൾ ആദ്യമായിട്ട് വരുന്നവരുമാണ്. ഇതിൽ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇത്ര അടുത്ത് നിന്ന് വിമാനങ്ങളൊക്കെ കാണാൻ കഴിയുക. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമാണ് കാണുന്നത്. അല്ലെങ്കിൽ ലഗേജ് കയറ്റുന്നതും ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ കുട്ടികൾ അതെല്ലാം കണ്ട് പഠിക്കുകയാണ്. വളരെ ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വിദേശത്ത് വിമാനയാത്ര നടത്തുന്ന പലർക്കും ഇത് ഉണ്ടാവും. പക്ഷേ നമ്മൾ സാധാരണക്കാരായ പല ആളുകളുടെ കുട്ടികൾക്കും ഇത് നല്ലൊരു അനുഭവമായിരിക്കും. ഇങ്ങനെ വെറും 3000 രൂപക്ക് നിങ്ങൾക്ക് ഏർക്കാട് എന്ന ടൂറിസ്റ്റ് മിനി ഊട്ടി പോലുള്ള ടൂറിസ്റ്റ് പ്ലേസാണ് അത്. അതായത് തമിഴ്നാട്ടിലെ മറ്റൊരു ഊട്ടി എന്നറിയപ്പെടുന്ന ഏർക്കാട്, അത് കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന പാക്കേജ്. നമ്മൾ ഗേറ്റ് നമ്പർ 9 നിന്നാണ് നമുക്ക് കയറേണ്ടത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗേറ്റ് നമ്പർ 9ഉം 10ഉം താഴത്തെ നിലയിലാണ്. അപ്പോൾ മുകളിലത്തെ നില നമ്മൾ താഴേക്ക് ഇറങ്ങണം. നമ്മളെ കുട്ടികളിതാ വിമാനത്തിൽ കയറാൻ പോകുന്ന ബസ്സിലേക്ക് ഓടി പോകുന്നു. ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ വിമാനത്തിൻ്റെ അടുത്തേക്ക് പോവുക. അത് നല്ല ആസ്വദിച്ച് കയറിയിട്ടുണ്ട് കുട്ടികൾ. ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മളായതുകൊണ്ട് തിരക്കൊന്നുമില്ല. അടുത്ത ബസ്സിൻ്റെ ട്രിപ്പ് ആകുമ്പോൾ തിരക്കുണ്ടായിരിക്കും. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പിയാണ് അവരൊക്കെ. നമ്മൾ ബസ്സിൽ കയറി ഇനി നമ്മൾ ബസ് ഇവിടെ നിന്ന് എടുത്തിട്ട് വിമാനത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തും. അവിടെ നിന്നാണ് നമുക്ക് യാത്ര തുടങ്ങേണ്ടത്. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഒരു വിമാനം അവിടെ ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ യാത്രക്കാർ കയറുന്നുണ്ട്. നമ്മൾ കയറാൻ പോകുന്ന വിമാനത്തിലേക്ക്, അപ്പോൾ ഇതിലേക്ക് നേരിട്ട് ഫ്ലോറിൽ നിന്ന് നേരിട്ട് വിമാനത്തിലേക്കുള്ള എൻട്രിയാണ്. പക്ഷെ നമ്മൾ ട്രഡീഷണലായിട്ട് പഴയ കാലത്തുണ്ടായിരുന്ന അതുപോലെ തന്നെ കോണി കയറിയിട്ടാണ് വിമാനത്തിലേക്ക് കയറുന്നത്. കണ്ടില്ല, നമ്മൾ ഈ വിമാനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ATR എന്നാണ് ഈ വിമാനത്തിന് പറയപ്പെടുന്നത്. ATR കാറ്റഗറിയുള്ള വിമാനം. ഇതിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ കയറണം. ഇതിൽ ഏതാണ്ട് ഒരു 100ന് താഴെ സീറ്റുകളെ വിമാനത്തിലുള്ളൂ. മറ്റൊരുപാട് ചെറിയ വിമാനങ്ങളൊക്കെ ഹെലികോപ്റ്ററുകളൊക്കെ നമുക്ക് എയർപോർട്ടിൽ കാണാൻ കഴിയും.
നമ്മളെ വിമാനത്തിനടുത്തേക്ക് നമ്മളെ ബസ് എത്തിയിരിക്കുന്നു. പുറമേ നിന്ന് കാണാൻ വലിയൊരു ഗെറ്റപ്പുള്ള വിമാനമൊന്നും അല്ല എന്നുണ്ടെങ്കിലും ഉൾഭാഗങ്ങളെല്ലാം വളരെ നീറ്റാണ്. ഇത് എയർലൈൻസ് എന്ന കമ്പനിയുടെ വിമാനമാണ്. എയർ ഇന്ത്യ കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് അലിയൻസ് എയർ എന്ന് തോന്നുന്നു. എന്നിരുന്നാലും നല്ല സൗകര്യങ്ങളുള്ള വിമാനം തന്നെയാണ് ഇത്. നമ്മളെ കുട്ടികളൊക്കെ വിമാനത്തിനകത്തേക്ക് കയറി. ഇനി കയറുന്നവർ വരി നിൽക്കുന്നുണ്ടല്ലേ. ഉൾഭാഗം നമ്മൾ അത്ര മോശമൊന്നുമല്ല, നല്ല അടിപൊളി. എന്താ പറയുക, ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് വിമാനത്തിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമ്മൾ യാത്ര ഇവിടുന്ന് തുടങ്ങാൻ പോവുകയാണ്. ടേക്ക് ഓഫിനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെ സീറ്റിലെല്ലാം നമ്മൾ ഇരുന്ന് കഴിഞ്ഞു. സീറ്റ് ബെൽറ്റുകളെല്ലാവരും ഇട്ട് കഴിഞ്ഞു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സേലം എയർപോർട്ടിലേക്കാണ്. സേലം അത്ര വലിയൊരു എയർപോർട്ടല്ല, ചെറിയൊരു എയർപോർട്ടാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ എയർപോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങോട്ടാണ് നമ്മളുടെ ഈ യാത്ര. ടേക്ക് ഓഫിന് വേണ്ടി വിമാനം തിരിച്ച് റൺവേയിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും നമുക്ക് താഴേക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, കേരളത്തിൻ്റെ മനോഹാരിതയൊക്കെ നമുക്ക് കാണാം. പക്ഷെ ചെറിയൊരു ന്യൂനത ഉള്ളത്, ഇതിൻ്റെ മുൻഭാഗത്തുള്ള സീറ്റുകളിലെ സൈഡിലെ വിൻഡോയിലെ ഗ്ലാസ്സുകളൊന്നും അത്ര ക്ലാരിറ്റി പോരാ. വേറൊരു ടീം പാക്കേജിൽ പോയി, അവർ പിന്നിലാണ് ഇരുന്നത്. അവരെ ഗ്ലാസ്സൊക്കെ നല്ല ക്ലിയർ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഇത് എന്തായാലും ക്ലിയർ അല്പം കുറവാണ്. ടേക്ക് ഓഫായി വിമാനം ഇതാ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ആകാശത്തേക്ക് ഉയരുകയാണ്. താഴെ കാണുന്നതാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മൾ നേരത്തെ. അപ്പോൾ വിമാനം നിലത്ത് നിന്ന് പൊങ്ങിക്കഴിഞ്ഞു, ടേക്ക് ഓഫ് ആയി കഴിഞ്ഞു. താഴേക്ക് നമ്മളെ കുട്ടികളൊക്കെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് താഴേക്ക് കാണുകയാണ്. അതിൻ്റെ സോളാർ പാനലുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ താഴെ കാണുന്ന റോഡ് നമ്മളങ്ങോട്ട് പോയ റോഡാണ്. ഇനി നമ്മൾ സേലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ സേലം നമ്മൾ സേലത്തെത്തുമ്പോൾ നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകൾ, വൈറ്റ് കളർ ബിൽഡിങ്ങുകൾ താഴെ കാണുന്നത്. കൊച്ചിയിലെ പോലെ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സേലത്ത് ലാൻഡ് ചെയ്യുകയാണ്. വിമാനത്തിനുള്ളിൽ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു. തിരിച്ച് റൺവേയിൽ നിന്ന് നമ്മൾ സേലം എയർപോർട്ടിലേക്ക് പോവുകയാണ്. സേലം ഒരു ചെറിയ എയർപോർട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. നമ്മളവിടെ ലാൻഡ് ചെയ്തു. ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു കാലാവസ്ഥയിലാണ്. മെയ് മാസത്തിലെ ചൂട് കാലാവസ്ഥയിലാണ് കൊച്ചിയിൽ നിന്ന് പോയത്. പക്ഷേ സേലത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റിലേക്കാണ് നമ്മൾ ചെന്നിറങ്ങിയത്. തൊട്ടടുത്തുനിന്ന് വിമാനങ്ങൾ കാണാനും ഒക്കെ നമുക്ക് കഴിയും. ചെറിയ ഒരു വിമാനം അവിടെ ഓടി വരുന്നുണ്ട് അല്ലേ. അത് എന്തെന്ന് വെച്ചാൽ ഇവിടെ വിമാനം പഠിപ്പിക്കുന്ന പൈലറ്റ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അതിലെ വിമാനമാണത്. സേലം ഇൻ്റർനാഷണൽ എല്ലാം ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ചെറിയ ചെറിയ വിമാനങ്ങൾ വന്നു പോകുന്ന ഉഡാൻ കാറ്റഗറിയിലുള്ള ഒരു എയർപോർട്ടാണ് സേലം. അവിടെ കുറേ ഫാമിലികളും എല്ലാവരും നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളും എല്ലാമായിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഈ പാക്കേജിൽ നമുക്ക് തിരൂരിൽ നിന്ന് വേണമെങ്കിൽ പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മലപ്പുറം KSRTC വഴിയും നെടുമ്പാശ്ശേരിയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ സേലം പോയിട്ട് അവിടെ നിന്ന് നമ്മളെ നേരിട്ട് അന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന തിരിച്ച് നാട്ടിലേക്ക് പോരാം. അതല്ല നിങ്ങൾക്ക് ഏർക്കാട് എന്ന അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് കറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇത് യാത്രാ സൗകര്യം ചെയ്തു തരും. ഇപ്പോൾ നമ്മൾ കാണുന്ന സേലം സിറ്റിയുടെ മുകൾ ഭാഗമാണ്. താഴെ റോഡുകൾ. നമ്മൾ അവിടെ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോസാണ്. നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇത് പിന്നിലായി പോയെന്നേ ഉള്ളൂ. എങ്കിലും താഴേക്ക് കാണാം സേലം എയർപോർട്ടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പെല്ലാം കുറവാണ് സേലത്ത്. നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമ്മളെ കൊച്ചി കാണുന്ന അത്ര ഒന്നും സൗന്ദര്യം സേലം സിറ്റിയുടെ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്. അവിടെ ലാൻഡ് ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വലിയ കുലുക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്ലൈറ്റെല്ലാം വളരെ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനതൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്തു. ഈ ATR എന്ന അലയൻസ് എയറിൻ്റെ വിമാനം. അപ്പോൾ നിങ്ങൾ
ഇനിയും വിമാനയാത്ര ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാക്കേജ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോസിൻ്റെ കൂടെ തന്നെ ഉള്ള നമ്പറുകളുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ താഴത്തൊക്കെ നമ്പർ ഉണ്ടാകും, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരാൾക്ക് 2990 രൂപയാണ് നോർമൽ വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പോകണം, അർജൻറ്റായിട്ട് പോകണം, അത് അടുത്ത വീക്കിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പക്ഷേ ചാർജ് 4500 ആ റേഞ്ചിലേക്കൊക്കെ കൂടും. ഇത് ഏതാണ്ട് ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് ബുക്കിംഗ് ഉള്ള ഒരു പാക്കേജിലാണ് നിങ്ങൾക്ക് 2990 രൂപക്ക് പോകാൻ കഴിയുക. നമ്മളെ കുട്ടികൾ നേരത്തെ നിങ്ങൾ കണ്ടില്ല ഇറങ്ങി വരുന്നത്, നമ്മളെ ഒരു കൂട്ടുകാരൻ അവൻ്റെ കുട്ടികൾ നമ്മളെ കൂടെ യാത്രയിലുണ്ടായിരുന്നു. ഇനി ഏർക്കാട് എന്ന ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മലനിരകൾ കാണാം. ഊട്ടി പോലെ തന്നെ മലമ്പ്രദേശമാണ്. ഇതൊക്കെ അത്ര ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മുടെ ഏർക്കാട് എന്ന ഒരു മലമ്പ്രദേശത്താണ് ഏർക്കാട് എന്ന ടൂറിസ്റ്റ് പ്ലേസ്, ലൈക്ക്, പാർക്കുകൾ, ഒരുപാട് നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. അങ്ങോട്ടും ഈ പാക്കേജിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണ്. പക്ഷേ അവിടെ നിങ്ങൾ റൂം എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1500 ആ റൂം റേഞ്ചിൽ നിങ്ങൾക്ക് റൂം ലഭിക്കുന്നതാണ്. പക്ഷെ അത് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പലർക്കും പല ഹൈ ക്ലാസ് റൂം വേണ്ടിവരും, ലോ ക്ലാസ് വേണം. പിന്നെ ആ റൂമിൻ്റെ ക്ലാരിറ്റിയും ക്വാളിഫിക്കേഷനൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമായി കൊള്ളുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള റൂം അവർക്ക് സെലക്ട് ചെയ്യാം. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സുക്കുർബായിയാണ്. ഇങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്, സേലം എയർപോർട്ടിൻ്റെ പുറത്തേക്ക്. നമ്മളെ ചെറിയ മോള് അവരൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. വലിയ മോളൊക്കെ ഇതിന് മുന്നേ യാത്ര ചെയ്തുകൊണ്ട് അവർക്ക് അത്ര ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. എങ്കിലും നമ്മളെ കുട്ടികൾക്ക് ഇത് അടിപൊളിയാണ്, നന്നായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പ്. പുറത്ത് നിങ്ങൾ ആ ടാക്സിക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകൾ അങ്ങോട്ടോ പോകേണ്ടതൊക്കെ ചോദിച്ചാൽ. പക്ഷെ നമ്മൾ പാക്കേജിൽ വന്നതായത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ട വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, വണ്ടിയും ഡ്രൈവറും. അവിടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് തൽക്കാലം ഞങ്ങൾ ബസ്സിന് ഒന്ന് സേലം ടൗണിലേക്കൊന്ന് പോകാം. തമിഴ്നാട് ബസ്സിൽ യാത്ര ചെയ്യുന്ന പ്രത്യേക രസമാണ്, അതിൻ്റെ സുഖം വേറെ. പാട്ടൊക്കെ ഇട്ട് ആ കുട്ടികൾക്ക് അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൽക്കാലം എയർപോർട്ടിന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് എയർപോർട്ടിൻ്റെ മെയിൻ ഗേറ്റാണിത്. നമ്മളെ വലിയ സെറ്റപ്പൊന്നുമല്ല, നോർമൽ എയർപോർട്ടിൻ്റെ ചെറിയൊരു ഗേറ്റ്. ചെറിയ എയർപോർട്ടാണല്ലോ ഞാൻ പറഞ്ഞാൽ. ഇതാണ് ഇവിടുത്തെ എയർപോർട്ടിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് നമുക്ക് ടൗണിലേക്കുള്ള ബസ് കിട്ടും. വല്ലപ്പോഴേ ബസ്സുള്ളൂ കേട്ടോ. വലിയ വലിയ ബസ്സുകൾ സേലം കൊച്ചി എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പോൾ ഇതിൽ വലിയ ബസ്സുകൾ പോകുന്ന ആ ബസ്സുകളൊന്നും അവിടെ നിർത്തുന്നില്ല. അപൂർവം ചില ബസ്സുകൾ മാത്രമേ നിർത്തുള്ളൂ. അത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഗ്യാപ്പിലൊക്കെ വരുന്നുള്ളൂ. ഇതാ ഞങ്ങൾക്ക് ബസ് കിട്ടി. നല്ല പാട്ടൊക്കെ ഉണ്ട് ബസ്സിൽ. അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ട്രെയിനിലാണ് നാട്ടിലേക്ക് പോരുന്നത്. അതെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടും കേട്ടോ, ട്രെയിൻ ടിക്കറ്റ്. ഞങ്ങൾ പാലക്കാട് വന്നാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരൂർ വന്നിറങ്ങുന്നത്